ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ സുരക്ഷിത ജീവിതം എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. പ്രഥമ ശുശ്രൂഷ. പ്രഥമ ശുശ്രൂഷ എന്ന് മക്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറില്ലേ അല്ലേ, പ്രഥമ ശുശ്രൂഷ നൽകിയെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്താ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അപ്പം പ്രഥമ ശുശ്രൂഷ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2-3-4 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയതായ രീതിയിലൊക്കെ അത് മനസ്സിലാവും എന്താണ് പ്രഥമ ശുശ്രൂഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. കുട്ടൻ വീട്ടിലെത്തി. അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. കളിച്ചപ്പോൾ എന്തായി? കല്ലിൽ തട്ടി വീണ കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു അല്ലേ. അപ്പോൾ ആ ചിത്രമൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, അമ്മ ഓടി വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി. പിന്നെ എന്താക്കി? കാല് ഉയർത്തി വെച്ച് പിന്നെ രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ കുട്ടന് ഒന്ന് മുറിഞ്ഞപ്പോൾ അമ്മ ഫസ്റ്റ് ചെയ്ത ആ കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് നമ്മൾ പറയുന്നത്? പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം കുട്ടനെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയിട്ടില്ല. അതിന് മുമ്പേ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരാശ്വാസവും കിട്ടും അതിനെ കൊണ്ട്. അപ്പോൾ അതിനാണ് എന്ത് പ്രഥമ ശുശ്രൂഷ എന്ന് നമ്മൾ പറയുന്നത്. അമ്മ കുട്ടനെ പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ അമ്മ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുറിവ് വൃത്തിയാക്കിയിട്ട് ഡോക്ടർ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത്? മുറിവ് ആദ്യം കഴുകി അല്ലേ. പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ കാൽ ഉയർത്തി വെച്ചു. പിന്നെ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. പിന്നെ എന്താ ചെയ്തത്? ആശുപത്രിയിൽ എത്തിച്ചു അല്ലേ. പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് മാത്രം മാറാത്തതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത് അല്ലേ. അമ്മ ഇതൊക്കെ ചെയ്തത് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പാണ്. മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്? എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിഞ്ഞു. രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു. പിന്നെ എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും? പരിക്ക് കൂടുതൽ വഷളാകുന്നത് തടഞ്ഞു. അപ്പോൾ നമ്മളിപ്പം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രഥമ ശുശ്രൂഷനെ പറ്റിയാണല്ലേ. അപ്പോൾ മക്കൾക്ക് എന്ത് മനസ്സിലായി? പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത്? എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. അമ്മ കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അമ്മയോട് ചോദിക്കുക കുട്ടൻ, ഇതൊക്കെ അമ്മ എവിടെ നിന്ന് പഠിച്ചു? അമ്മ പറഞ്ഞു, ഞാനൊരു പുസ്തകം തരാം, നീയും വായിച്ചു നോക്ക്. അപ്പോൾ അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ പേജുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ. അതെന്താണ്? വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാം. നമുക്ക് എവിടെയെങ്കിലും കൈയോ കാലോ ഒക്കെ അടിച്ചു പോയാലോ ഒക്കെ തട്ടിപ്പോയാലോ ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യാം. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ എടുത്തിട്ട് ഈ ഭാഗത്ത് വെച്ച് കൊടുത്താൽ നമുക്കത് വഴി വേദനയും നീർക്കെട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അസ്ഥിക്ക് പൊട്ടലോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടായാലും എന്ത് ചെയ്യണം? ഇതൊന്നും കൊണ്ട് മാറില്ല. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം, ആശുപത്രിയിൽ പോകണം. പക്ഷേ അതിനു മുമ്പ് എന്ത് ചെയ്യാം? ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. അപ്പം എല്ലിന് പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ഈ പൊട്ടിയ ഭാഗത്ത് മരസ്കെയിൽ നീളത്തിൽ വെച്ച് കെട്ടിയാൽ എന്താകും? ആ ഭാഗം ഇളകാതെ നിൽക്കും. അപ്പോൾ കുട്ടൻ ചോദിക്കുകയാണ്, ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂല. അപ്പം കുട്ടൻ അമ്മയോട് ചോദിക്കുകയാണ്, ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായും പ്രഥമ ശുശ്രൂഷ പെട്ടി വെക്കണം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അല്ലേ. അപ്പം എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇവിടെ ഒരു പെട്ടി തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്താണ്? കത്രികയുണ്ട്, പഞ്ഞിയുണ്ട്, തുണിയുണ്ട്, ബാൻഡേജ് ഉണ്ട്, സോപ്പുണ്ട്, പിന്നുണ്ട്, സ്കെയില്, ചവണ, കയ്യുറ, ഗ്ലൗസ്, തെർമോമീറ്റർ. ഇത്രയും സാധനങ്ങൾ ഈ പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയും, അതിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എഴുതാനും പറയുന്നുണ്ട് അല്ലേ. ഓരോന്നിൻ്റെ ഉപയോഗങ്ങളും എഴുതണം. അപ്പോൾ അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. അപ്പം പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് പറയാം.
അപ്പം കത്രിക, അതിൻ്റെ ഉപയോഗം എന്താണ്? തുണിയും ബാൻഡേജും മുറിക്കാൻ. പഞ്ഞി മുറിവ് വൃത്തിയാക്കാനും തുടയ്ക്കാനും. തുണി എന്തിനാണ്? മുറിവ് ചുറ്റിക്കെട്ടുവാൻ. ബാൻഡേജ് നമ്മുടെ പരിക്കുകൾക്കനുസരിച്ച് പലതരത്തിലുള്ള ബാൻഡേജുകൾ ഉപയോഗിക്കാം. ചെറിയ മുറിവുകൾക്ക് മേലെ ഒട്ടിക്കുന്ന ബാൻഡേജ് ഉണ്ട്. സോപ്പ് കൈ നല്ല രീതിയിൽ കഴുകി അണുവിമുക്തമാക്കാൻ. പിന്നെ മുറിവിൽ ബാൻഡേജുകൾ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങുകൾ സുരക്ഷിതമായി നിർത്താൻ. സ്കെയിൽ അസ്ഥിക്ക് ഒടിവ് ഉണ്ടെന്ന് തോന്നിയാൽ ആ ഭാഗം സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കാൻ. ചവണ മുറിവ് അഴുക്ക് നീക്കം ചെയ്യാൻ, വൃത്തിയാക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും പഞ്ഞി പിടിക്കാൻ. കയ്യുറ ഗ്ലൗസ് അണുബാധ ഒഴിവാക്കാൻ. തെർമോമീറ്റർ ശരീരത്തിൻ്റെ ഊഷ്മാവ് പരിശോധിക്കാൻ. പ്രഥമ ശുശ്രൂഷ നൽകുന്ന മറ്റേതെല്ലാം സാഹചര്യങ്ങളാണ് നിത്യജീവിതത്തിൽ ഉണ്ടാകുക? തലചുറ്റി വീഴുക, പൊള്ളലേൽക്കുക, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക. പിന്നെന്തെഴുതാം നമുക്ക്? ശരീരത്തിൽ മുറിവേൽക്കുക. ഇനി പ്രഥമ ശുശ്രൂഷയെപ്പറ്റി കൂടുതൽ അറിയാൻ ആരോഗ്യ പ്രവർത്തകരെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. അപ്പം പ്രഥമ ശുശ്രൂഷയെപ്പറ്റി നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പം കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, ഡോക്ടർമാർ, നഴ്സുമാർ, അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സ്കൂളിലേക്ക് വിളിക്കുക. എന്നിട്ട് അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്ത് ചെയ്യണം മക്കൾ? നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തണേ. അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണമല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലമാണ് ഉണ്ടാവുക. അപ്പം പ്രഥമ ശുശ്രൂഷ നമ്മൾ കൊടുക്കുമ്പം അത് ശരിയായ രീതിയിലല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. ചെയ്യരുതേ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ശരീരത്തിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അത് വേറെ മറ്റുള്ളവർക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അത് ചിലപ്പോൾ എന്തായിരിക്കും? നമ്മളെ ശരീരത്തിന് ദോഷമായിട്ടായിരിക്കും വരിക, അല്ലെ മറ്റുള്ളവരുടെ ശരീരത്തിന് ദോഷമായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൊടി വീണാൽ കണ്ണ് തിരുമ്മരുത്. ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത്. തലയിടിച്ച് മുഴച്ചാൽ അമർത്തി തിരുമ്മരുത്. അപകടങ്ങളിൽപ്പെട്ടവർക്ക് അസ്ഥിയിൽ പൊട്ടലുണ്ടാവാം. അവരെ പെട്ടെന്ന് ഉയർത്തരുത്. പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത്പേസ്റ്റ്, തേൻ തുടങ്ങിയവ ഉപയോഗിക്കരുത്. ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം കൊമ്പ് അല്ലെ അതിൻ്റെ മുള്ള് എടുത്തു മാറ്റണം. കുത്തുകൊണ്ട ഭാഗത്ത് അമിതബലം ഏൽപ്പിച്ചാൽ വിഷം ഉള്ളിലേക്ക് ചെല്ലാനിടയാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ കുത്തുകളേൽക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. പ്രകൃതിയുടെ കൂട്ടുകാർ ഏതെല്ലാം ജീവികളെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഇവിടെ 3 ചിത്രം തന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ചിലന്തി, പാമ്പ്, തേനീച്ച. എന്താണ് ഈ ജീവികളുടെ സവിശേഷത? ഇവ കടിച്ചു കഴിഞ്ഞാൽ വിഷമേൽക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാകുന്നുണ്ടോ? ഇല്ല. അപൂർവ സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട്. കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം. കടിയേൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതാണ് പ്രധാനം. ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലുള്ള ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാമ്പ് തവളയെ ഭക്ഷിക്കുന്നത് മൂലം തവള ക്രമാതീതമായി പെരുകുന്നത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. പിന്നെ തേനീച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭക്ഷ്യവിളകൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാഗണകാരികളിൽ ഒന്നാണ് തേനീച്ച. പരാഗണം എന്ന് പറഞ്ഞാൽ അറിയോ? പരാഗണം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി ഉണ്ടാവാൻ വേണ്ടി പിന്നെ പ്രകൃതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പല പ്രക്രിയകളും നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് എന്ത്? പരാഗണം. ഈ പരാഗണത്തിന് തേനീച്ച വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ജീവികളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? ശരിക്ക് അല്ലേ? നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത്തരം ജീവികളെ ഉപദ്രവിക്കാൻ പാടുള്ളൂ. ഇത്തരം ജീവികൾ സ്വസ്ഥമായി കഴിയുന്ന ഇടങ്ങളിൽ പോയി അവയെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. കാരണം ഈ ജീവികളെല്ലാം തന്നെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ജീവികളൊക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കാനോ കൊല്ലാനൊന്നും പാടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവരെ ഒന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം.
പിന്നെ എന്താണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നും പോയി അനാവശ്യമായിട്ട് അതിനെ അടിക്കുകയോ കൊല്ലുകയോ അങ്ങനത്തെ ഉപദ്രവമൊന്നും ചെയ്യാൻ പാടില്ലല്ല. അവരും ജീവികളാണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഡോക്ടർ കുട്ടികളോട് സംസാരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? അത് നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറയുകയാണ്, കുട്ടികളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത്? നമുക്കത് വായിച്ചു നോക്കാം അല്ലേ. അപരിചിതരായ ആളുകളിൽ നിന്ന് സമ്മാനം, മിഠായി തുടങ്ങിയവ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ ആരെങ്കിലും സ്പർശിക്കാൻ ആരെയും അനുവദിക്കരുത്. അരുത്, പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ കർശനമായി അങ്ങനെ തന്നെ പറയണം. ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തീർച്ചയായും എതിർപ്പ് അറിയിക്കണം. രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഇക്കാര്യം തുറന്നു പറയുകയും വേണം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പാലിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അപരിചിതരായ ആളുകളിൽ നിന്നൊക്കെ മിഠായി വാങ്ങിക്കഴിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡോക്ടർമാരും മുതിർന്നവരും ആവർത്തിച്ച് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. വിലയിരുത്താം. ഇവിടെയുള്ള ചിത്രം നോക്കി നോക്ക്. ഇത് നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണല്ലേ. അപ്പം ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്? ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ ലംഘിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഗതാഗത നിയമങ്ങളൊക്കെ ഇവിടെ പലതും ലംഘിക്കപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ടേബിൾ നോക്ക്. ഈ ടേബിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എഴുതിയത്. അപ്പം എന്തൊക്കെയാണ് ഗതാഗത നിയമമുണ്ട്, ഇവിടെ സംഭവിച്ച നിയമലംഘനമുണ്ട്. നമുക്കതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പം അമിത വേഗത പാടില്ല. ബൈക്ക് അമിത വേഗതയിലാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ലംഘിച്ച നിയമമാണത്. പിന്നെ എന്താണ്, ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. ഇവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ ബൈക്കിൽ 2 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇവിടെ 2 പേരിൽ കൂടുതൽ ആളുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ചുവന്ന അടയാളം വന്നാൽ വാഹനം നിർത്തുക. ബൈക്ക് നിർത്തുന്നില്ല. അപ്പം ചുവന്ന അടയാളം കാണിച്ചിട്ടും ബൈക്ക് പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അമിത വേഗതയിലുള്ള വാഹനത്തിൻ്റെ ഓട്ടം അപകടത്തിന് കാരണമാകുന്നു. മാത്രവുമല്ല, ഹെൽമറ്റ് ധരിക്കാത്തത് കൊണ്ട് അപകടത്തിൻ്റെ കാഠിന്യം കൂടുകയും ചെയ്യും. ചുവന്ന അടയാളം കാണുമ്പോൾ നിർത്താതിരിക്കുന്നത് അപകട സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുകയും റോഡ് മുറിച്ച് കടക്കുന്നയാളെ ഇടിക്കാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഗതാഗത നിയമങ്ങളൊക്കെ പാലിക്കണം. റോഡിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ, വാഹനം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗതാഗത നിയമങ്ങൾ പാലിച്ചിരിക്കണം. നമുക്കിനി രണ്ടാമത്തെ എന്താ നോക്കാം. ശരിയായവ വരച്ച് യോജിപ്പിക്കുക. അപ്പം ഇവിടെ കുറച്ച് ട്രാഫിക് അടയാളങ്ങൾ തന്നിട്ടുണ്ട്. അതിന് യോജിച്ചത് അപ്പുറത്തും തന്നിട്ടുണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്താണ് തന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, യോജിപ്പിക്കണം. ഏതിനൊക്കെയാണ് ചേരുകയെന്ന് പറഞ്ഞ് യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണുള്ളത്, കുറേ ചിഹ്നങ്ങൾ നമുക്കൊന്ന് ആദ്യം വായിച്ചു നോക്കാം. 50 എന്നുള്ളതുണ്ട്, പെട്രോൾ പമ്പിൻ്റെ ചിഹ്നമുണ്ട്, പിന്നെ ഒരാൾ ക്രോസ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ളതുണ്ട്, പിന്നെ വലത്തോട്ടേക്കുള്ള ഒരു ഏരോ മാർക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തേതാണ് 50 എഴുതിയ അടയാളമാണ് അല്ലേ. 50 ഏതിനായിരിക്കും ചേരുക? അപ്പുറത്തേൽ ഏതിനായിരിക്കും ചേരുക? വേഗ പരിധി. അടുത്ത ചിഹ്നത്തിന് ഏതാണ് ചേരുക? അപ്പുറത്തേൽ ഏതിനത് മേച്ചാവുന്നത്? സമീപത്ത് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ചിഹ്നത്തിന് ഏതാണ് ചേരുന്നത്? അപ്പുറത്ത് കാൽനട യാത്രക്കാർക്ക് നിരോധനം. ഇനി അവസാനത്തെ ഈ ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നത്? വലത്തോട്ട് തിരിയുക. മൂന്നാമത്തേത് എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു കള്ളി തന്നിട്ടുണ്ട്, 2 കള്ളി തന്നിട്ടുണ്ട്. അതിൽ പ്രഥമ ശുശ്രൂഷ പെട്ടിയിലെ ഇനമുണ്ട്, അതിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അവിടെ ഇവിടെ വിട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തേത് ഇട്ടതാണ് ഉള്ളത്. എന്താണ് അതിൻ്റെ ഭാഗത്ത് ഉപയോഗം എഴുതിയത്? മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നു. അതെന്തായിരിക്കും? തുണി അല്ലേ, തുണിയാണിത്. പിന്നെ അടുത്ത കള്ളിയിൽ എന്താണുള്ളത്? തുണി ബാൻഡേജ് മുറിക്കുന്നതിന്. അത് അവിടെ വിട്ടിട്ടാണ് തന്നത്. അപ്പോൾ അതെന്തായിരിക്കും? കത്രിക കൊണ്ടാണ് അല്ലേ തുണിയും ബാൻഡേജൊക്കെ മുറിക്കുന്നത്. പിന്നെ മൂന്നാമത്തത് രണ്ട് ഭാഗത്തും തന്നതാണ്. പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാൻഡേജ് ചേർത്ത് വെക്കുന്നതിന്. പിന്നെ അടുത്ത കള്ളിയിൽ എന്താണ്? വിട്ടിട്ടാണ് തന്നത്. ഉപയോഗം എന്താണ് എഴുതിയത്? മുറിവുകൾ വൃത്തിയാക്കുന്നതിനും തുടയ്ക്കുന്നതിനും. അതെന്തായിരിക്കും? പഞ്ഞി അല്ലേ. പിന്നെ അവസാനത്തത് ചവണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മുറിവിലെ അഴുക്ക് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ ചവണ കൊണ്ടാണ് പഞ്ഞി പിടിക്കുക. ഇത് രണ്ടിനും
ചവണ ഉപയോഗിക്കുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടെ 2 പ്രവർത്തനങ്ങളാണ് തന്നത്. ഒന്നെന്താണ്, വസ്ത്രനിർമ്മാണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഇനം തുണികൾ ശേഖരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും, പിന്നെ രണ്ടാമത്തെ എന്താണ്, നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന വിവിധ അപകടങ്ങളും അവയ്ക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കിറ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അതൊക്കെ മക്കൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം.